ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാവുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നസ്രേന്റെ വഴികൾ എന്ന ആത്മീയ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് കേൾക്കുന്നതിൽ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഇത്രത്തോളം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ, വഴി നടത്തിയല്ലോ. തുടർന്നും ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി എല്ലാ പ്രേക്ഷകരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ഇന്ന് നമ്മോട് കൂടെ നസ്രേന്റെ വഴികൾ എന്ന എപ്പിസോഡിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് കർത്താവിൽ ഏറ്റവും ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷിനോജ് പാസ്റ്ററാണ്. കർത്താവിന്റെ ദാസനിലൂടെ നമുക്ക് തന്നെ അനുഭവ സാക്ഷ്യവും ദൈവം നടത്തിയ വഴികളെ കുറിച്ച് നമുക്ക് തുറന്നുമാനമായിട്ട് കേൾക്കാം. അതിനായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. കർത്താവിന്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നസ്രേന്റെ വഴികൾ എന്ന ഈ ആത്മീയ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ സ്നേഹിതനും ഞാൻ കർത്താവിൽ ഏറ്റവും സ്നേഹിക്കുന്ന പ്രിയ ജിജിൻ ബ്രദറെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് അധികമായി കർത്താവിന്റെ വേലയിൽ പരസ്പരം കൈകോർക്കുവാനും അനവധിയായ ദൈവിക ശുശ്രൂഷയിൽ പങ്കാളികളാകാനും കർത്താവ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ ഉദ്യമങ്ങൾ ദൈവരാജ്യമഹത്വത്തിനാണ് എന്നുള്ളത് ഓർത്ത് ഞാൻ അധികമായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. കാരണം ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള ഒരു ചിന്തയോടെ കർത്താവിന്റെ വചനത്തെ വീക്ഷിക്കുന്നത് വളരെ വിരളമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം ചിലരെ നിയോഗിക്കുകയും വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്യുന്നു. അതിൽ ഒരാളായി പ്രിയ ജിജിൻ ബ്രദറെയും കർത്താവ് തെരഞ്ഞെടുത്തത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കർത്താവിനെ കണ്ടെത്തുവാനും കർത്താവിന്റെ പാതയിൽ അനവധി പേർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ദൈവജനം പങ്കുവയ്ക്കുവാനും പ്രിയ സഹോദരനെ ദൈവം എടുത്ത് കുടുംബമായി ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ദൈവനാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സ്തോത്രം. ഞാനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു വചനം വായിച്ച് ഞാൻ എൻ്റെ സാക്ഷ്യവും എൻ്റെ ശുശ്രൂഷ മേഖലയിൽ ദൈവം എന്നെ നടത്തിയ വിധങ്ങളെയൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 23-24 വാക്യങ്ങൾ വായിച്ച് 23-24 വാക്യങ്ങളെ വായിച്ച് നമുക്ക് തുടർന്ന് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. സ്തോത്രം. കർത്താവിന്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എൻ്റെ പേര് ഷെനോജ്. കർത്താവിന്റെ ദാസൻ പരിചയപ്പെടുത്തിയ പോലെ ഷെനോജ് എന്നാണ്. ഞാൻ ഇടുക്കി ചെറുതോണി എന്ന പ്രദേശത്ത് താമസിക്കുന്നു. അതോടൊപ്പം കുട്ടിക്കാനത്തിനടുത്ത് പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ മാർ ബെസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ തൊട്ടടുത്ത് പോത്തുപാറ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ എബനേസർ മിഷൻ ദൈവസഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്നു. ഞാൻ അവിടെ ശുശ്രൂഷ തുടങ്ങിയ ഏറ്റിട്ട് ഏകദേശം 8 വർഷം കഴിഞ്ഞു. അവിടെ തന്നെ ദൈവിക ശുശ്രൂഷയിൽ കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ നടത്തി. എനിക്ക് ഭാര്യയും 3 കുഞ്ഞുങ്ങളുമുണ്ട്. മൂത്തയാൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, രണ്ടാമത്തെയാൾ +2, മൂന്നാമത്തെയാൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കർത്താവിന്റെ വേലയിൽ കർത്താവ് ഞങ്ങളെ വളരെ സന്തോഷത്തോടെ കർത്താവ് ഞങ്ങളെ നടത്തുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എൻ്റെ ജീവിതത്തിന്റെ ആത്മീയ പ്രാരംഭ കാലഘട്ടം എന്ന് പറയുന്നത് ഞാനൊരു സുറിയാനി യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ആ വിശ്വാസത്തെയാണ് എൻ്റെ കുടുംബം പിന്തുടർന്നതും എന്നെ പഠിപ്പിച്ച് വന്നതും അത് തന്നെയാണ്. തീർച്ചയായും ഞാൻ ആ ഫാമിലിയിൽ വന്നതുകൊണ്ട് യേശുവിനെ അറിയാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒന്ന് തന്നെയാണ്. ഞാൻ അവിടെ ആയിരുന്നത് കൊണ്ട് പ്രാർത്ഥനാ ജീവിതവും അല്ലെങ്കിൽ ബൈബിൾ പഠിക്കാനും വായിക്കാനും അതുപോലെയുള്ള പ്രാർത്ഥനാ ജീവിതവും ഒക്കെ എനിക്ക് എൻ്റെ മാതാപിതാക്കന്മാർ എനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ നന്ദിയോടെ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നു.
രാവിലെ എഴുന്നേറ്റുള്ള പ്രഭാത പ്രാർത്ഥന, സന്ധ്യയിലുള്ള പ്രാർത്ഥന, ഇടവേളകളിലുള്ള കൂട്ടായ്മകൾ, അതൊക്കെ എനിക്ക് കാര്യമായി ഈ തിരുവഴുത്തിലൂടെ യേശുവിനെ അടുത്തറിയാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഞാൻ ഈ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ട് 3 മാസം ഒളിപ്പിച്ചു വെച്ചു എന്ന് പരാമർശിക്കുന്ന ഈ വേദഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിന്റെ ആരംഭകാലം മുതൽ പരീക്ഷകളും പരിശോധനകളും ഏറെയുള്ള കാലഘട്ടമാണ്. അതിന്റെ കാരണം ദൈവം അവരുടെ തന്റെ ഉലയിൽ ഉരുക്കി ശുദ്ധി ചെയ്ത 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്നത് ദൈവത്തിന് ഏറ്റവും അധികം പ്രയോജനപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ ഇതുവരെയും ആരും അനുഭവിക്കാത്ത പ്രതിസന്ധികൾ, ആരും കടന്നു പോകാത്ത കഷ്ടതകൾ, വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ദൈവം അനുവദിച്ചിട്ട. കാരണം ദൈവം അവരോട് കൂടെ ഇരുന്ന് ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് അവരെ ഏറ്റവും മനോഹരമായ അവന്റെ കയ്യിലെ ആയുധമാക്കി തീർക്കാൻ വേണ്ടി തന്നെയാണ് ആ വഴിയിലൂടെ ദൈവം അവരെ കൊണ്ടുപോകും. ഇവിടെ മോശയുടെ ജനനത്തിന്റെ ആരംഭത്തിങ്കിൽ തന്നെ വന്ന പരിശോധന നമ്മൾ ക്രൈസ്തവ മേഖല മുഴുവൻ എടുത്താൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട, ആത്മീയ നേതൃത്വത്തിലുള്ള ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട, ദൈവ പരിശുദ്ധാത്മാവ് നയിച്ച എല്ലാ വ്യക്തി ജീവിതങ്ങളുടെയും ജനനം മുതൽ മുന്നോട്ടുള്ള എല്ലാ കാലഘട്ടങ്ങളിലും അവർ അനുഭവിച്ചത് വളരെ സങ്കീർണമായ പരിശോധനകൾ തന്നെയാണ്. അവരുടെ ജീവിതാവസാനവും നമ്മൾ ഭാഷയിൽ പരിശോധിച്ചാൽ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസാനം തന്നെയായിരുന്നു. എൻ്റെ ജീവിതത്തിന്റെ പ്രാരംഭ കാലഘട്ടം പോലും അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളത് മാതാപിതാക്കളിലൂടെ എനിക്ക് കേട്ടറിയാൻ സാധിച്ചിട്ടുണ്ട്. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ എനിക്ക് കടന്നു പോകേണ്ടി വന്ന വിശ്വാസ ജീവിതത്തിന്റെ ശോധനകൾ വ്യത്യസ്തങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞല്ലോ, യാക്കോബായ ആ പാരമ്പര്യ വിശ്വാസത്തിൽ അടിയുറച്ച മാതാപിതാക്കൾ, സഹോദരങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു വൈദിക ശുശ്രൂഷ ചെയ്യണമെന്നുള്ള, അല്ലെങ്കിൽ ഒരു മിഷണറി വേല ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് ഏറ്റവും അധികമായി അങ്കുരിച്ചിരുന്നത്. അതുകൊണ്ട് അതെന്റെ മനസ്സിൽ കിടക്കുമ്പോൾ പോലും സ്കൂൾ വിദ്യാഭ്യാസവും പിന്നീട് തുറന്നുള്ള വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ യൗവനത്തിലേക്ക് കാലൂന്നി നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന എല്ലാ പെട്ടെന്നുള്ള എടുത്തുചാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഏകദേശം ഒരു 18-ാമത്തെ വയസ്സിൽ എനിക്ക് കർത്താവിന്റെ വചനം പഠിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം അങ്കുരിക്കുകയും ഞാൻ അങ്ങനെ ദൈവത്തിന്റെ വചനം പഠിക്കാൻ തിരുവല്ലയിലേക്ക് കടന്നുപോയി. അപ്പോൾ അവിടെ വചനം പഠിച്ച അനന്തരം സഭയുടെ വൈദിക പാഠശാലയിൽ പഠിച്ച് ഒരു വൈദികനാകണമെന്നൊക്കെയുള്ള മനസ്സിൽ ആഗ്രഹം ഉണ്ടായി. അത് ഒരു വേള നല്ലത് തന്നെയാണ്. വൈദികനാകുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുക, പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ അത് പഠിച്ചു. അനന്തരം ഞാൻ മിഷനിലേക്ക് പോയി. മിഷണറിയായി കുറച്ച് വർഷങ്ങൾ ഞാൻ പല ട്രൈബൽസ് ഏരിയയിൽ കടന്നു എന്ന ദൈവവചനം പങ്കുവയ്ക്കാനിടയായി. അവിടെ വെച്ചാണ് എൻ്റെ ഈ ചിന്താഗതികൾക്ക് പലപ്പോഴും മാറ്റങ്ങൾ സംഭവിക്കാനിടയായി. കാരണം ഇവിടെ ലഭിക്കുന്ന സാമ്പത്തിക ഉന്നതിയോ ഭൗതിക നന്മകളിലേക്കോ നമ്മുടെ ചിന്ത മാറിപ്പോകാതെ ഒരു മിഷണറി ചിന്ത എന്നിലേക്ക് കടന്നു വന്നു. സാധാരണക്കാരുടെ ഇടയിൽ യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ പങ്കുവെക്കാൻ ദൈവം എന്നെ ഇടയാക്കി. അനവധി പേരോട് ദൈവവചനം പങ്കുവെക്കാൻ കർത്താവ് സഹായിച്ചു. അനവധി പേർക്ക് അത് പ്രയോജനപ്പെടുന്നത് കാണാനും ദൈവം എന്നെ ഇടയാക്കി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് പിന്നീട് ഞാൻ യഥാർത്ഥമായ ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് അധികമായി പ്രവേശിക്കാൻ ഇടയാകും. അത് പ്രകാരം ഞാൻ ഹൈറേഞ്ചിന്റെ മേഖലയിലേക്ക് കടന്നു വരികയും
അവിടെ വന്ന് യേശുക്രിസ്തുവിന്റെ വചനത്തെ പങ്കുവെക്കാനിടയായി. പൊതുശുശ്രൂഷയുടെ മേഖലയിൽ പല സ്റ്റേറ്റുകളിൽ കടന്നു പോകാനൊക്കെ ഇടയായെങ്കിലും എന്നെ സംബന്ധിച്ച് കർത്താവിന്റെ വചനത്തെ യഥാർത്ഥമായി പഠിപ്പിക്കുക എന്നുള്ള ചിന്തയാണ് എൻ്റെ ഉള്ളിൽ എപ്പോഴും അങ്കുരിച്ചു കൊണ്ടിരുന്നത്. ഞാൻ സഭാശുശ്രൂഷയുടെ മേഖലയിൽ ആദ്യം കടന്നു പോകുന്നത് കട്ടപ്പനയിലുള്ള കട്ടപ്പന കഴിഞ്ഞ് ഉപ്പുതറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വാഗമൺ റൂട്ടിൽ കുര്യങ്കണ്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ആദ്യം സഭാ ശുശ്രൂഷയ്ക്കായി കടന്നു പോകും. അവിടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു കുടുംബം മാത്രമുള്ള ഒരു സഭയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ കടന്നു ചെല്ലുമ്പോൾ ഞാനുണ്ട്, എൻ്റെ 3 കുഞ്ഞു ഭാര്യയുണ്ട്. ഞങ്ങൾ കടന്നുപോയി കർത്താവിന്റെ വചനം പങ്കുവെച്ച് കടന്നു വരാറുണ്ട്. അപ്പോൾ തീർച്ചയായും സാമ്പത്തികമായുള്ള വലിയ പ്രതിസന്ധികൾ ഞങ്ങൾക്ക് ആ സമയത്ത് നേരിട്ടെങ്കിലും ദൈവത്തിന്റെ വലിയ കരം ഞങ്ങളോട് കൂടെയിരുന്നു. ഞാൻ നിങ്ങൾ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ആ ദൈവവചനത്തിന്റെ വ്യക്തമായ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ കാലഘട്ടം തന്നെയാണ് കാലഘട്ടം. പ്രത്യേകിച്ച് ഈ ആത്മീയ ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഭൗതികമായി നമുക്കൊരു അടിത്തറയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ വാദങ്ങൾ അപ്രസക്തമാണ് എന്ന് കാണിച്ചുകൊണ്ട് ദൈവം ഞങ്ങളെ നടത്തിയ വഴികൾ ആ കാലഘട്ടങ്ങളിൽ ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ്. ആ വാടക വീട്ടിൽ ഞങ്ങൾ താമസിച്ച് ഞങ്ങൾ ഇത്രയും ദൂരം കർത്താവിന്റെ വേലയ്ക്ക് ഞങ്ങൾ കടന്നു ചെന്ന് ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഞങ്ങൾക്ക് സാധാരണയായി കിട്ടുന്ന ചെറിയ ഒരു കൈത്താങ്ങൽ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു കൈത്താങ്ങലാണ് സംഘടന. അതൊരു കൈത്താങ്ങൽ എന്ന് മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് ഇന്നും പറയുന്നുള്ളൂ. ഒരു ഞങ്ങൾ കൂടെയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഘടനയുടെ കൈത്താങ്ങൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവം ഞങ്ങളെ നടത്തുന്ന വഴികൾ വ്യത്യസ്തമാണ്. ഒരിക്കൽ തന്റെ മകനെയും കൊണ്ട് മോറിയാമലയിലേക്ക് നടന്നു പോകുന്ന ഒരു അബ്രഹാം യാത്രാമധ്യേ തന്റെ മകൻ അപ്പനോട് ചോദിക്കുന്ന ചോദ്യമാണ്, അപ്പ യാഗത്തിനുള്ള തീയും വിറകുമുണ്ട്, എന്നാൽ ആട്ടിൻകുട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ പിതാവ് തന്റെ മകനോട് പറയുന്ന വാക്ക്, മകനെ അത് യഹോവ കരുതിക്കൊള്ളുമെന്നുള്ളതാണ്. ഓരോ ക്രൈസ്തവ യോദ്ധാക്കളുടെ യാത്രാമധ്യയും അവരെ തൊട്ടുണർത്തുന്നതും ധൈര്യപ്പെടുത്തുന്നതുമായ ഒരു വാക്ക് തന്നെയാണ് നമ്മുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം പറഞ്ഞത്, മകനെ അത് യഹോവ കരുതിക്കൊള്ളും. ഈ വാക്കുകളെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ തീർച്ചയായും നമുക്ക് ഓരോ ചുവടുകളിലും ദൈവത്തിന്റെ കരുതലുകൾ നമുക്ക് രുചിച്ചറിയാൻ സാധിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, അത് ഓരോന്നോരോന്നായി എടുത്തു പറയാൻ സമയമില്ല. ഒരിക്കൽ അപ്പോസ്തലനായ യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, യേശു ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും എഴുതിയാൽ ഈ ലോകത്തിൽ പുസ്തകങ്ങൾ തികയുമോ എന്ന് സംശയിക്കുന്നു. അതുപോലെയുള്ള ജീവിത അനുഭവങ്ങൾ കർത്താവ് ഓരോ ദൈവഭൃത്യന്മാരുടെയും ജീവിതത്തിൽ തന്നിട്ടുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് അക്കമിട്ട് പറയാൻ നമുക്ക് സമയങ്ങൾ പിന്നീട് കർത്താവ് അനുവദിച്ചാൽ അത് പങ്കുവെക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നമ്മുടെ ഞങ്ങൾ അവിടെ കടന്നു ചെല്ലുമ്പോൾ ഞാനൊരു അനുഭവം കൂടെ പറയാം. ഞാൻ ആ കുര്യങ്കണ്ടം എന്ന സ്ഥലത്ത് കടന്നു ചെല്ലുമ്പോൾ എന്നോട് ഞങ്ങളുടെ സെന്റർ പാസ്റ്റർ ചോദിച്ചു, അതിനപ്പുറം കാടിന്റെ ഉള്ളില് ട്രൈബൽസ് മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ് മേമാരി. അപ്പൊ മേമാരി സഭയില് അന്ന് ട്രാൻസ്ഫറിന്റെ സമയമാണ്. ദൈവദാസന്മാരെ മാറ്റി അടുത്ത സ്ഥലത്ത് പോസ്റ്റ് ചെയ്യുന്ന സമയം എന്നോട് ദൈവദാസൻ ചോദിച്ചു, മേമാരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ വിശ്വാസികൾ കുടുംബങ്ങൾ കൂടുതലുള്ള ഒരു സഭയാണ്. ആ സഭയിൽ ചെന്ന പാസ്റ്റർക്ക് ഭൗതികമായ കൈത്താങ്ങലുകൾ കൂടുതലുള്ളൊരു സ്ഥലമാണ്. പാസ്റ്റർക്ക് ഒറ്റയ്ക്ക് അവിടെ നിൽക്കേണ്ടി വരികയില്ല, ദൈവ മക്കൾ കൂടുതലായി കൈത്താങ്ങും. മറ്റൊന്ന് കുര്യങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഒരു കുടുംബമേ ഉള്ളൂ. അവിടെ ഈ 2 ചർച്ച് പാസ്റ്റർക്ക് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൽ ഏത് ചർച്ച് പാസ്റ്റർ തെരഞ്ഞെടുക്കുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ കൂടുതലൊന്നും ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞു, കുര്യങ്കണ്ടം ആ സഭ ഞാൻ തെരഞ്ഞെടുത്തോളാം. അത് പറഞ്ഞ് ഞാൻ ആ സഭയിൽ ചെന്ന് ചാർജ് എടുത്ത് തിരിച്ച് ഞാൻ വരുമ്പോൾ ആ റോഡ് സൈഡിൽ നിന്ന് എൻ്റെ സഭയിൽ വിശ്വാസിയായ ആ അമ്മമ്മ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ
പാസ്റ്റർ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഞാൻ ആദ്യമായിട്ടാണ് കുര്യങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നു വരുന്നത്. അല്ല പാസ്റ്ററെ, ഞാൻ ഇതിനു മുമ്പ് ഞാൻ പാസ്റ്ററെ കണ്ടിട്ടുണ്ട്. ഒരു 3 മാസം മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാസ്റ്ററുടെ ഇതേ രൂപം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് ദൈവം കാണിച്ചു തന്നു. അപ്പോൾ നോക്കിക്കേ, 3 മാസം മുമ്പ് ആ സഹോദരിക്ക് എന്നെ കാണിച്ചു കൊടുത്ത ദൈവം എന്നെ അങ്ങോട്ട് അയക്കുകയല്ല ആണ് എന്നെ ഉറപ്പ് തരുന്ന അനുഭവമാണ് വിശ്വാസത്തിൽ നിന്ന് എനിക്ക് കേൾക്കാനിടയായത്. ഭൗതിക നന്മകളല്ല. ഒരിക്കൽ യെരുശലേമിൽ അതിശക്തിയോടെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഫിലിപ്പോസിനോട് ദൈവാത്മാവ് പറഞ്ഞു, ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാം. അവിടെ നിർജ്ജന പ്രദേശമാണ്, ആളില്ലെന്നുള്ള ബോധ്യം കൊടുത്തിട്ടാണ് ഫിലിപ്പോസിനെ പറഞ്ഞയക്കുന്നത്. ഫിലിപ്പോസ് അവിടെ ചെല്ലുമ്പോൾ ആരുമില്ല, ഒരു രഥം മാത്രം കടന്നു പോകുന്നു. അവിടെ ഫിലിപ്പോസിന് ശുശ്രൂഷ എന്തെന്ന് മുൻകൂട്ടി ദൈവാത്മാവ് പറഞ്ഞൊന്നുമില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് ഫിലിപ്പോസിലൂടെ നടത്തുകയാണ്. ഇതുപോലെയാണ് കുര്യങ്കണ്ടത്ത് ഞാൻ ചെല്ലുമ്പോൾ ആ സഹോദരി എന്നെ 3 മാസം മുമ്പ് പ്രാർത്ഥനാ മുറിയിൽ കണ്ടെങ്കിൽ ദൈവം എന്നെ ഒരുക്കി അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. ഞാൻ അവിടെ ചെന്ന് ആ സഭയിൽ ആ സഹോദരി 2 കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിഞ്ഞ് നടത്താനും അതിനുശേഷമാണ് ഇപ്പോൾ ഈ പറയുന്ന പോത്തുപാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ദൈവം എന്നെ കൊണ്ടുവിടുന്നു. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ യാത്രകളിലും ദൈവത്തിന്റെ നടത്തിപ്പുണ്ടായിരുന്നു. എൻ്റെ വിഷയത്തിന്റെ, എൻ്റെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളിലും പലപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ. അപ്പൊ പ്രാർത്ഥനയുടെ ആരംഭത്തെങ്കിലും മറുപടി കിട്ടാറില്ല. ചിലപ്പോൾ മൗനനായിരിക്കുന്ന അല്ലെങ്കിൽ നിശബ്ദനായിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ എനിക്ക് കാണാൻ കഴിയാറുണ്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് പരാതി പോലെ ഞാൻ പറയും, എന്നാ ദൈവം നിശബ്ദനായി പോയേ, ഈ സാഹചര്യത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്നാണ് ഞാൻ കരുതിയേ. പക്ഷെ ദൈവം നിശബ്ദനാണല്ലോ. പക്ഷെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിൽ മറുപടി വെളിപ്പെടുകയാണ്. 2 മാസം മുമ്പ് ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് ഇപ്പോഴായിരിക്കും മറുപടി വരുന്നത്. ആ സമയത്ത് ഞാൻ പറയും, ദൈവമേ, ഇപ്പോൾ അത് കിട്ടിയത് നന്നായി. കാരണം എനിക്ക് ഏറ്റവും ആദ്യം ഞാൻ വിഷമിച്ച സാഹചര്യത്തെക്കാൾ അതിനേക്കാൾ വലിയൊരു വിഷമ സാഹചര്യം നേരിട്ടപ്പോഴാണ് എനിക്ക് ആ പ്രാർത്ഥനയുടെ മറുപടി ഏറെ പ്രയോജനപ്പെട്ടത്. ഓരോ ക്രൈസ്തവ യാത്രയുടെ മധ്യത്തിലും ക്രൈസ്തവ യോദ്ധാക്കളെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനവധിയായി രുചിച്ചറിയാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് എല്ലാ ശുശ്രൂഷകരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ശുശ്രൂഷയുടെ പ്രാരംഭത്തിലുണ്ട്, മധ്യാഹ്നത്തിലുണ്ട്, അവസാനത്തിലുമുണ്ട്. അല്ലേ? സ്തോത്രം. യേശുക്രിസ്തു തന്റെ ക്രൂശിന്റെ യാതനാവേളയിൽ ചോദിച്ചൊരു ചോദ്യം വിശ്വപ്രസിദ്ധമാണ്. കർത്താവേ, നീ എന്നെ കൈവിട്ടതെന്ത്? അത് വേദനയുടെ മൂർധന്യ തലങ്ങളെ പാപത്തിന്റെ കടോര ഭാരം വഹിച്ചുകൊണ്ട് ക്രിസ്തു ചോദിച്ച ചോദ്യം ക്രൈസ്തവ യാത്രയിൽ എല്ലാ ഒട്ടുമിക്ക യോദ്ധാക്കളും ചോദിച്ചു പോകുന്നതാണ്. പക്ഷേ ചോദ്യം അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും കൈവിടുകയില്ലെന്ന് പറഞ്ഞ ആ വലിയ വാഗ്ദത്തത്തിന്റെ ശക്തി ചുറ്റും വന്ന് പൊതിഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ശുശ്രൂഷയുടെ പ്രാരംഭ സമയത്താണെങ്കിൽ പോലും ആരും കൈത്താങ്ങലില്ല, ഒരിടത്തുനിന്നും ഒരു സപ്പോർട്ടുമില്ല. കൊള്ളാം, ഇത് നീ തെരഞ്ഞെടുത്തത് നല്ല പാതയാണ്, മുന്നോട്ട് പൊക്കോ, ഞങ്ങൾ പിന്നിലുണ്ടെന്ന് പറയാൻ ഒരു മനുഷ്യനുമില്ല. അപ്പൊ വിശ്വാസത്തോടെ ചൂടുകൾ വെച്ച ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് നോക്കാൻ ഒരിടമേ ഉള്ളൂ, അത് കർത്താവിന്റെ മുഖമാണ്. സങ്കീർത്തനം 34 പറയുന്നത് പോലെ അവങ്കിലേക്ക് നോക്കിയവരാണ് പ്രകാശിതരായത്. അതാ ദൈവത്തിന്റെ മുഖത്ത് നോക്കിയ മോശ 40 ദിവസം കഴിഞ്ഞ് സീനായിയുടെ മലമുകൾ ഇറങ്ങി വന്നപ്പോൾ അവന്റെ മുഖം പ്രകാശിച്ചതുപോലെ ദൈവമുഖത്തേക്കാണ് നാം നോക്കുന്നതെങ്കിൽ നമ്മുടെ മുഖത്തും ഒരു വലിയ പ്രകാശമുണ്ട്. അത് നിരാശയുടെ അല്ല, അത് പ്രത്യാശയുടെ പ്രകാശമാണ്. കാരണം പ്രപഞ്ച സൃഷ്ടാവിന്റെ തിരുതേജസ് നമ്മുടെ മുഖത്ത് വന്ന് പ്രശോഭിക്കുമ്പോൾ നമ്മെ കാണുന്നവർ ആ തേജസ് കണ്ട് മുഖം പൊത്തുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുമാറുള്ള രീതിയിലേക്ക് നമ്മുടെ മുഖത്തെ ദൈവം പ്രകാശിപ്പിക്കുക. ഈ ലോകത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ പണമോ പ്രശസ്തിയോ പാരിതോഷികങ്ങളോ ഒന്നും തരാനല്ല നിങ്ങളെ വിളിച്ചവർ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ കഷ്ടത ജീവിതത്തിൽ അനവധിയായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അത് രോഗങ്ങളായിട്ടും പ്രയാസങ്ങളൊക്കെ ആയിട്ട് കടന്നു വന്നത് തന്നെയാണ്.
ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബിന് കഷ്ടം വന്നപ്പോൾ ഞാൻ ദൈവജനത്തോട് ചേർത്ത് എൻ്റെ സാക്ഷ്യത്തെ ബന്ധിപ്പിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം തിരുവഴുത്തിലുള്ള ഒരു വിശ്വാസ വീരന്മാരുടെ അടുത്തുകൂടെ പോകാനുള്ള അനുഭവങ്ങളൊന്നും എനിക്കധികം ഉണ്ടായിട്ടില്ല. കാരണം അവർ കടന്നുപോയ വിശ്വാസ ജീവിതത്തിന്റെ പരിശോധനയുടെ അല്പമെങ്കിലും സ്തോത്രം വഴിയിൽ മാത്രമേ ഉള്ളൂ. അബ്രാഹാം കടന്നുപോയതും ഇസഹാക്ക്, യാക്കോബ്, മോശ, ദാവീദ്, ശമൂവേല്, അങ്ങനെ എത്ര വിശ്വാസ വീരന്മാർ, ദാനിയേല്, അപ്പോസ്തലന്മാർ, അവർ കടന്നുപോയ വഴികളിലൂടെ ഒന്നും നമ്മൾ കടന്നുപോയില്ല. കാരണം പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവിടെ കാണുമായിരുന്നില്ല. അത്രയും ശോധനയിലൂടെ കടന്നുപോയവരാണ്. പക്ഷെ അവർ ഉയർത്തിപ്പിടിച്ച യേശുക്രിസ്തുവിന്റെ മഹത്വകരമായ തേജസ്സിന്റെ ശുശ്രൂഷയുടെ പ്രഭാവം, അതിനെ പിന്തുടരാൻ നമുക്ക് ഭാഗ്യം കിട്ടിയല്ലോ. അതാണ് നമ്മൾ ഏറ്റവും അധികം നമ്മെ ബലപ്പെടുത്തുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പ്രിയ സഹോദരിക്ക്, എൻ്റെ കൂട്ടുദാസിക്ക് ഒരു ശാരീരിക ക്ഷീണമുണ്ടായപ്പോൾ അതിൻ്റെ പ്രയാസം ഭാരപ്പെടുത്തി അത് ഹോസ്പിറ്റലിൽ കടന്നുപോയി. ഒരു ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നു. പക്ഷെ ആ സാഹചര്യത്തിൽ ഞാൻ ഓർക്കുന്നു, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് പോകേണ്ടി വന്നു. കയ്യില് സാമ്പത്തികമൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ കൊണ്ടുപോയി. കർത്താവ് കൂടെ ഇരുന്നു എന്ന് പറയുന്ന വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അബ്രാഹാമിന് പരിശോധനയില്ലാതെ ദൈവത്തിന് വഴി നടത്താമായിരുന്നു. പക്ഷെ ദൈവം അബ്രാഹാമിനെ പരിശോധിച്ചതിന്റെ പിന്നിലെ കാരണം അവനെ വിശ്വാസികളുടെ പിതാവാക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമുണ്ടായി. ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരാം, സാക്ഷ്യത്തിലേക്ക് കടന്നു വരാം. ഈ കത്തി ഓങ്ങുന്ന ആ കത്തിയുടെ വായ്ത്തലയുടെ മിന്നുന്ന ആ സാഹചര്യവും ഇസഹാക്കിന്റെ കഴുത്തും വലിയ വ്യത്യാസമൊന്നുമില്ല. ഉയർത്തിപ്പിടിച്ച കയ്യിലെ കത്തിയും ഇസഹാക്കിന്റെ കഴുത്തും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ചെറിയ വ്യത്യാസമുള്ളൂ. ആ ചെറിയ വ്യത്യാസത്തിന്റെ ഇടയിലായിരുന്നു അബ്രാഹാമിന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും തീക്ഷ്ണമായ പരിശോധന വെളിപ്പെട്ടു. യാത്രയിലല്ല. യാത്രയിൽ ചിന്തകളുടെ കടന്നുകയറ്റമേ ഉണ്ടായിരുന്നുള്ളൂ. 3-ാം ദിവസം മോറിയാമല കയറി ബാലന്റെ കാല് കെട്ടുമ്പോഴും അബ്രാഹാമിന് വിശ്വാസം ദൈവം മാറ്റുമായിരിക്കും, ദൈവം ഈ പ്ലാൻ മാറ്റുമായിരിക്കും എന്നുള്ളതാണ്. അതും കഴിഞ്ഞ് കത്തിയെടുത്തപ്പോഴും അബ്രാഹാമിന്റെ മനസ്സിൽ ചിലപ്പോൾ ദൈവം പ്ലാൻ മാറ്റുമായിരിക്കും. പക്ഷേ കത്തി ഉയർത്തി ഓങ്ങാൻ നിൽക്കുമ്പോൾ ആ കത്തിയുടെയും ഇസഹാക്കിന്റെ കഴുത്തിന്റെ ഇടയിൽ വന്ന ഒരു വിടവിന്റെ ടൈമുണ്ട്. അവിടെയാണ് അബ്രാഹാം വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടാൻ ഇടയായത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സാഹചര്യങ്ങൾ കടന്നു വരും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഇറങ്ങി വന്ന് കൂടെയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദൈവശബ്ദമുണ്ട്. ഞാന് ഈ സാഹചര്യത്തിൽ വൈഫിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, വേറെ നിവൃത്തിയില്ല. വേറെ ആശുപത്രി കോട്ടയത്തൊക്കെ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആളെ കിട്ടുകയില്ല എന്നുള്ള ഒരു സാഹചര്യം അത്രമാത്രം ക്രിട്ടിക്കലായി പോയാൽ. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ആയിക്കോട്ടെ. ഹലോ, പറഞ്ഞു ദേവദാസിക്ക് അപ്പൻഡീസ് വന്ന് പഴുത്ത് പൊട്ടി, വയറ്റിൽ പൊട്ടിയായിരുന്നു. അപ്പോൾ പൊട്ടിക്കഴിഞ്ഞ് അത് റിമൂവ് ചെയ്യുക അല്ലാതെ വേറെ സൊല്യൂഷൻസ് ഇല്ല. അത് ഇവിടെ നമ്മുടെ ഒരു ആശുപത്രിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു അത് വേറെ രീതിയാണ്, അപ്പൊ ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല, നിങ്ങൾ കോട്ടയത്ത് പോകണം. അപ്പോൾ പൊട്ടിയ ഒരു രോഗിയെയും കൊണ്ട് കോട്ടയത്ത് ഇവിടെ നിന്ന് ഇടുക്കി എന്ന സ്ഥലത്തുനിന്ന് പോകണമെങ്കിൽ ഏകദേശം 60 അതിൽ കൂടുതൽ കിലോമീറ്റർ ഉണ്ട്. ഏകദേശം അത് 120 കിലോമീറ്റർ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും അവരുടെ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ ഏകദേശം ഒരു ദിവസമൊക്കെ കഴിയുമായിരിക്കും. അത് കഴിഞ്ഞാലും പൊട്ടിക്കഴിഞ്ഞ ഒരു രോഗിക്ക് ഇൻഫെക്ഷൻ കയറുകയും തീർച്ചയായും അത് മരണത്തിലേക്ക് തന്നെ കൊണ്ടുപോകാം.
ഞാൻ ആശുപത്രി ചെന്നു, ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ രാവിലെ ഫിക്സ് ചെയ്തു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഏകദേശം എത്ര രൂപയാകും? എൻ്റെ ചിന്തയിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഏകദേശം ഒരു 10-20,000 രൂപയിലൊക്കെ തീരുമാനി. അതെങ്ങനെയെങ്കിലുമൊക്കെ ആക്കാം എന്നുള്ള ചിന്തയിലൊക്കെ ഞങ്ങൾ ഇരുന്നതാണ്. പക്ഷെ ഡോക്ടർ പറഞ്ഞു അത് നിങ്ങൾ ഓഫീസിൽ ചോദിക്കുക, ഞങ്ങൾ ഓഫീസിൽ പോയി ചോദിച്ചോളൂ. അതിന് 50,000 രൂപയാണ് ഓപ്പറേഷൻ മാത്രം. പിന്നെ അതിന്റെ മരുന്ന്, ട്രീറ്റ്മെന്റ് എല്ലാം വേറെയാണ്. വേറെ കൊണ്ടുപോകാൻ നിവൃത്തിയില്ല, വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഓക്കെ, ഞാൻ ഓക്കെ പറഞ്ഞു. രാവിലെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ എല്ലാം സക്സസ് ആയി, ഒരു കുഴപ്പമില്ല, ആള് ഓക്കെ ആയി പുറത്തു വന്നു. പക്ഷേ സാമ്പത്തികമാണ് പിന്നീടുള്ള ഒരു വലിയ വെല്ലുവിളി പോലെ നിന്നത്. ദൈവം നമ്മളെ സഹായിക്കുന്ന വഴികളെ കുറിച്ച് നമുക്ക് ഓരോ അനുഭവങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിന് എന്നോട് പറഞ്ഞു അപ്പുറം പോയി മരുന്ന്, അത് രാത്രി തന്നെ അതിനുള്ള മരുന്നുകളൊക്കെ നമ്മൾ മേടിച്ചു കൊടുത്തു, എല്ലാം റെഡി ആയിരുന്നു. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ 7,000 രൂപയേ ഉള്ളൂ, വേറെ പൈസയൊന്നുമില്ല. 50,000 രൂപ ഓപ്പറേഷന് വേണം, ബാക്കിയുള്ളത് എല്ലാം കൂടി ഒരു 80,000 രൂപ വേണ്ടി വരുമെന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ കയ്യിൽ 7,000 രൂപയേ ഉള്ളൂ. ഞാനത് എൻ്റെ മൂത്ത മകന്റെ കൈ കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു നീ പോയി ബില്ലടയ്ക്ക, ബാക്കി പൈസ നമുക്ക് നോക്കാം. അവൻ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഉള്ളവർ പറഞ്ഞു ഈ 7,000 രൂപയല്ല 15,000 രൂപ ഇപ്പൊ അടയ്ക്കണം, എന്നാലേ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് രോഗീനെ ICU ഇറക്കാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ വേറെ 5 പൈസയില്ല. ഞാൻ അവിടെ PROനെ പോയി കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ അനുഭാവപൂർണമായൊരു സമീപനം എന്നോട് കാണിച്ചു. എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വിളിച്ചു പറഞ്ഞോളാം, സാവധാനം പൈസ അടച്ചാൽ മതി. അങ്ങനെ ഒരു സാവധാനം നമുക്ക് അവിടെ ലഭിച്ചു. പക്ഷെ പിന്നെയും എമൗണ്ട് ഉണ്ടാക്കണം. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവത്തോട്, കർത്താവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായവൽ വിടിയിപ്പാൻ നീ അല്ലാതെ മറ്റൊരാളല്ല. പക്ഷെ ഭാരമൊന്നും കടന്നു വന്നില്ല. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഉത്തമ ബോധ്യം എന്നെ കർത്താവ് വഴി നടത്തി. അത്ഭുതമെന്ന് പറയട്ടെ, ഡിസ്ചാർജ് ചെയ്യുന്നതിന്റെ അന്ന് ഈ മുഴുവൻ തുകയും അടയ്ക്കാൻ കർത്താവ് വഴികളെ തുറന്നു തന്നു എന്നുള്ളത് തന്നെയാണ്. കരയുന്ന കാക്കക്കുഞ്ഞിന് അതതിന്റെ ആഹാരം പകുത്തു കൊടുക്കുന്ന ദൈവം തന്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചെറുതും വലുതുമായ എല്ലാ സാഹചര്യങ്ങളിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് ദൈവം ഓരോ നിമിഷങ്ങളിലും ഞങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അത് ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ കടത്തിവിടുന്നതിന്റെ കാരണം ദൈവത്തിന് ഇടപെടാൻ കഴിയാത്ത ഒരു മേഖലയും ഇല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ദൈവത്തിന് ഇടപെടാൻ കഴിയാത്ത ഒരു മേഖലയും ഇല്ല. എല്ലാ മേഖലയിലും ദൈവത്തിന് ഇടപെടാൻ കഴിയും. അപ്പൊ ചോദിക്കും, ഈ രോഗി ആക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയില്ലായിരുന്നോ? കഴിയും, ദൈവത്തിന് കഴിയും. സ്തോത്രം. മരിച്ച ലാസറിനെ നേരത്തെ കടന്ന് വന്ന് സൗഖ്യമാക്കി വിടിക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നു. പക്ഷെ ദൈവം ആഗ്രഹിച്ചത് അവിടെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുക, മഹത്വത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. തിരുവെഴുത്ത് ഉടനീളം പരിശോധിച്ചാൽ അവിടെയെല്ലാം ദൈവത്തിന്റെ പദ്ധതികളുണ്ടായിരുന്നു. രോഗിയായി നാം പോയാലും ഒരു കാര്യം ഉറപ്പിക്കാം, ആ രോഗത്തിൽ നിന്ന് വിടുവിക്കാൻ ദൈവത്തിന് കഴിയും. ഒരുപക്ഷെ നാം ഹോസ്പിറ്റലൈസ്ഡ് ആയി പോയാലും അവിടെ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. അവിടെ സാമ്പത്തികമായിരുന്ന നമ്മുടെ വെല്ലുവിളിയെങ്കിൽ ആ സാമ്പത്തിക മേഖലകളിലും ദൈവത്തിന് ഇടപെടാൻ കഴിയുമെന്ന് ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതിന്റെ കാരണം ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ആ അനുഭവങ്ങളിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ദൈവം ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ പോത്തുപാറ എന്ന് പറയുന്ന സഭ വളരെ ചെറിയൊരു സഭയാണ്. കാലങ്ങൾ മുമ്പേ അവിടെ തുറന്ന് പ്രവർത്തിച്ച അല്ലെങ്കിൽ അവിടെ സ്റ്റാർട്ട് ചെയ്ത ഒരു സഭയാണ്. കുറച്ച് തമിഴരായ സഹോദരങ്ങളും മലയാളികളും മാത്രമല്ല കോളേജിൽ കടന്നു പോകുന്ന വിദ്യാർത്ഥികളൊക്കെ കടന്നു വന്ന് ആരാധിക്കുന്ന ഒരു സ്ഥലമാണ് പോത്തുപാറ എന്ന് പറയുന്ന സ്ഥലം.
വലിയ പണക്കാരൊന്നും ഉള്ളതല്ല. വളരെ സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളും കൂലിപ്പണിക്കാരും ഒക്കെ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൊച്ചു സ്ഥലമാണ്. ഒരിക്കൽ കർത്താവിന്റെ ദാസനായ ജിജിൻ സഹോദരൻ അവിടെ കടന്നു വന്നിട്ടുണ്ട്. ബ്രദർ കടന്നു വന്ന് എന്നായിരുന്നു ദേവദാസനെ? 2020 ഫെബ്രുവരി മാസം 2-ാം തീയതി. കറക്റ്റ്. അദ്ദേഹം കറക്റ്റ് ഡേറ്റ് വരെ ഓർത്തിരിക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ഞാൻ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ കടന്നു വന്നു. ആ കൊച്ചു സഭയിൽ അദ്ദേഹം സ്തോത്രം വരികയും സാക്ഷ്യം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. സ്തോത്രം. അവിടെ ഞങ്ങൾ ഈ 8 വർഷം കഴിഞ്ഞു. ഇത് 9ാമത്തെ വർഷം. ഇത്രയും വർഷം ഞങ്ങൾ അവിടെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ചെറുതോണി എന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് വലിയ സാമ്പത്തികം വേണം. അവിടെ ആ പ്രവർത്തനങ്ങളൊക്കെ നടത്തണം. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ദൈവദാസനെ അവിടെ എന്ത് നന്മ ഉണ്ടായിട്ടാണ് നിങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത്? എന്തെങ്കിലും സാമ്പത്തികമായ എന്തെങ്കിലും മെച്ചം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഈ 9 വർഷവും ഞാൻ പോയെങ്കിൽ അത് എന്നെ നടത്തിയ ഒരു ദൈവം ഉണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ്. അവിടെ നിന്ന് എനിക്ക് എന്റെ പ്രസ്ഥാനം വരെ ചോദിച്ചു, ഒരുപക്ഷെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ പാസ്റ്ററെ? ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ട, അവിടെ മതി. കാരണം അവിടെ ദൈവവചനത്തെ വളരെ ശ്രദ്ധയോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനമുണ്ട്. അവിടെ ദൈവവചനം പങ്കുവയ്ക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച്, ഞാൻ ചെല്ലുമ്പോൾ ഓർക്കുന്നു, ജിജിൻ ബ്രദർ ഓർക്കുന്നുണ്ടാകാം, അന്ന് ഒരു തമിഴ് അമ്മച്ചി മനോഹരമായി പാട്ടൊക്കെ പാടിയ ഒരു അമ്മച്ചിയുണ്ട്. സൂത്രം. ഈ കഴിഞ്ഞ വർഷം അമ്മച്ചി കർത്താവിൽ ചേർന്നു, മരിച്ചുപോയി. പ്രിയം വെച്ച കർത്താവിന്റെ നാടിനോട് ചേർന്നു. അമ്മച്ചിയൊക്കെ വളരെ പ്രത്യാശയോടെയാണ് ഈ ലോകത്ത് മാറ്റപ്പെട്ടത്. കർത്താവ് ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്, അവിടെ പോകണമെന്നുള്ള വളരെ പ്രത്യാശ നിറഞ്ഞ ഒരു യാത്ര, അല്ലെങ്കിൽ അതൊക്കെ അവർക്ക് ലഭിച്ചു. ഞാൻ സന്തോഷിക്കുന്നു. കാരണം അവരൊക്കെ വളരെ ശ്രദ്ധയോടെ ദൈവവചനം കേൾക്കാനിടയായി. അവരുടെ ജീവിതം മാനസാന്തരപ്പെട്ടു, വ്യത്യാസം സംഭവിച്ചു. അവര് മക്കളോടും അല്ലെങ്കിൽ അയൽവക്കത്തവരോടൊക്കെ അവര് പിണങ്ങുകയും അസഭ്യ വാക്കുകൾ പറയുകയൊക്കെ അവര് തന്റെ അപ്പച്ചനോടൊക്കെ അല്ലെങ്കിൽ ഭർത്താവിനോടൊക്കെ കോപിക്കുകയും ചെയ്യുന്ന ഒരു അമ്മച്ചിയായിരുന്നു. പക്ഷെ ദൈവവചനം, നിരന്തരമായ ദൈവവചന കേൾവി അവരൊക്കെ ഒരുപാട് മാറ്റി. എല്ലാവരോടും ക്ഷമ പറഞ്ഞു, എല്ലാവരോടും നിരപ്പ് പ്രാപിച്ചു. അവരൊക്കെ എന്നോട് അവസാനത്തെ ദിവസം, മരിക്കുന്നതിന്റെ തലേ ഞായറാഴ്ച സഭയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. പിറ്റേ ദിവസം പെട്ടെന്ന് ഒരു തലയിറക്കം ഉണ്ടായി, ബോധം കെട്ടി വീണ് ആശുപത്രി പോയി മരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ ഞായറാഴ്ച അമ്മച്ചി സഭയിൽ സാക്ഷ്യം പറഞ്ഞത്, പാസ്റ്ററെ, എനിക്ക് ഇപ്പൊ മരിച്ചാലും സന്തോഷമേ ഉള്ളൂ, ഞാൻ യേശു അപ്പച്ചന്റെ അടുക്കൽ പോകും. ആ ഒരു വലിയ ഉറപ്പ് ആ പ്രിയ മാതാവ് പ്രാപിച്ചെടുത്തു. സ്തോത്രം. അത് ഒരുപാട് ജനത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് അവരോട് പ്രസംഗിക്കുന്നതും ഒരുപാട് സാമ്പത്തിക നന്മ ലഭിക്കുന്നതിനും അപ്പുറമായി കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരാത്മാവിന്റെ വില ഈ ഭൂലോകത്തേക്കാൾ വലിയതാണ്. അങ്ങനെ ഓരോ ആത്മാക്കളെയും പെറുക്കി പണിത് അവര് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരം. അതുകൊണ്ട് ഈ 9ാമത്തെ വർഷവും ഞങ്ങൾ പോത്തുപാറയിൽ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത്. അവിടെ ഈ ചെറിയ ഒരു കുഞ്ഞു സഭ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും ഞായറാഴ്ചകളിലൊക്കെ ഞങ്ങൾക്ക് ഞാൻ ഇടയ്ക്ക് എനിക്ക് പോകാൻ കഴിയാത്തപ്പോൾ ചില ദൈവദാസന്മാരെ ഞാൻ അവിടെ പറഞ്ഞു കൊടുമ്പോൾ, അല്ലെങ്കിൽ അവര് പറയുന്നൊരു ഭാഗം എങ്ങനെയാ പാസ്റ്ററെ പോയിട്ടൊക്കെ വരുന്നത്, അതിനുള്ളതൊന്നും. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞൊരു ഭാഗമാണ്, ഈ ഭൂമിയിൽ പരീശന്മാരെ കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞൊരു സംഭവമാണ്. പരീശന്മാർ ഭിക്ഷ കൊടുക്കുമ്പോൾ അവര് കുഴലൂത്തുകാരെ മുമ്പിൽ നിർത്തും. അവർ കൊടുക്കുന്നത് 4 ആൾ അറിയുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. യേശു പറഞ്ഞു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അവരെന്താണോ ആഗ്രഹിച്ചത്, ഞാൻ ഭിക്ഷ കൊടുക്കുന്നത് 4 പേര് അറിയണമെന്ന് അവർ ആഗ്രഹിച്ചു, അത് അവരപ്പോൾ തന്നെ സാധിച്ചെടുത്തു, അതാണ് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് പറയും. കർത്താവ് നമ്മളോട് പറഞ്ഞത് അങ്ങനെയല്ല, നിങ്ങൾ ഉയരത്തിലുള്ളതിനെ ആഗ്രഹിക്കണം. ഉയരത്തിലുള്ള പ്രതിഫലമാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയത്. ഞാനിവിടെ പ്രതിഫലം മേടിച്ചാണ് ഒരു ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ എൻ്റെ ശുശ്രൂഷകൾ അവിടെ കൊണ്ട് തീർന്നു, എൻ്റെ പ്രതിഫലവും നിശ്ചയിക്കപ്പെട്ടു. ചിലപ്പോൾ
1,000 രൂപ, അല്ലെങ്കിൽ ഒരു 500 രൂപ, ഒരു 2,000, അല്ലെങ്കിൽ ഒരു 3,000, ഈ ചെറിയ ചെറിയ ആയിരങ്ങളിൽ എൻ്റെ ശുശ്രൂഷയുടെ പ്രതിഫലം തീർന്നു. എന്നാൽ ശുശ്രൂഷയിൽ പ്രതിഫലം നോക്കാതെ ശുശ്രൂഷ ചെയ്യുമെങ്കിൽ സ്വർഗത്തിലെ പിതാവ് അമർത്തി കുലുക്കി നിറഞ്ഞൊരളവ് മടിയിലിട്ട് തരാൻ ദൈവം വിശ്വസ്തനാണ്. ആ പ്രതിഫലം നോക്കാതെയാണ് ഇവിടെ മോശയുടെ ഒരു ഭാഗം പറയുന്നുണ്ട്. പ്രതിഫലം നോക്കാതെ മോശയുടെ ഭാഗത്തെ കുറിച്ച് പറയുന്ന ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് അതുപോലും പുള്ളി വേണ്ടെന്ന് വെച്ച് ദൈവജനത്തോടുള്ള നിന്ന അധിക ധനം എന്നെണ്ണി എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഫറവോമാര് മരിച്ച് പിരമിഡിന്റെ ഉള്ളിൽ ഒടുങ്ങിപ്പോയി മമിഫിക്കേഷനൊക്കെ നടത്തി ഇന്ന് ആരെങ്കിലും ഖനനം ചെയ്ത് എടുത്ത് പേരും ഊരും നാളും ചകഞ്ഞെടുക്കുന്ന ഒരു തലങ്ങളിലേക്കൊക്കെ അദ്ദേഹത്തിന് പോകാമായിരുന്നു. പക്ഷെ അത് വേണ്ടെന്ന് വെച്ചിട്ട് ദൈവജനത്തോടുള്ള നിന്ന അധിക ധനമെന്ന് എണ്ണിയത് കൊണ്ട് ഇന്നും മോശയുടെ വിശ്വാസം പ്രഘോഷിക്കപ്പെടുകയാണ്. ഇന്ന് മോശയുടെ ജീവിതത്തിന്റെ ഓരോ ഏടുകളും പഠിക്കപ്പെടുകയാണ്. ഓരോ മനുഷ്യനും മോശയുടെ വിശ്വാസത്തെ കടമെടുത്തുകൊണ്ട് അതിനെ പിന്തുടരാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയത് എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങളെ നടത്തിയവരെ ഓർത്ത് അവരുടെ അവസാനം ഏറ്റവും മനോഹരമായിരുന്നു, അത് നിങ്ങൾ പിൻപറ്റണം എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു വലിയ അനുഭവമായി നമ്മുടെ ജീവിതത്തെ മാറ്റുക എന്നുള്ളത് തന്നെയാണ് ദൈവം നമ്മൾക്ക് നിന്ന് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിന്റെ പടവുകളിലേക്ക് വിശ്വാസ ജീവിതത്തിന്റെ ചുവടുകൾ വയ്ക്കുമ്പോൾ പലവിധമായ പരിശോധനകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പറയുമ്പോൾ പലപ്പോഴും പലരും അതിന് വിമർശനോന്മുഖമായ തലങ്ങളിലാണ് എടുക്കാറുള്ളത്. കാരണം ദൈവദാസന്മാര് ജോലിക്ക് പോകാതെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, അധ്വാനിക്കാതെ വിശ്വാസികളെയും കൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് പറയുന്നവരാണ്. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ ആരംഭമൊക്കെ തന്നെ പ്രാരംഭ സമയം യേശുക്രിസ്തുവിന്റെ സ്വന്തരക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച അനന്തരം ഞാൻ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന ആള് തന്നെയാണ്. നല്ല അധ്വാനം ചെയ്തുകൊണ്ടിരുന്ന ആള് തന്നെയാണ്. ആ കായികമായ അധ്വാനം അല്ലെങ്കിൽ ഈ ജോലി ചെയ്ത് നല്ല കൂലിപ്പണി ചെയ്ത് ചുമട് എടുക്കാൻ പോയിട്ടുണ്ട്, കരിങ്കല്ല് ചുമക്കാൻ പോയിട്ടുണ്ട്, കരിങ്കല്ല് കെട്ട്, അങ്ങനെയുള്ള എല്ലാ കട്ടിപ്പണികളും ചെയ്ത് നിൽക്കുന്ന സമയത്താണ് കർത്താവ് പറഞ്ഞത്, തൽക്കാലത്തേക്ക് ഇത് നിർത്തിയിട്ട് ഒരിക്കൽ മത്സ്യബന്ധന തൊഴിലാക്കിയിരുന്ന അപ്പോസ്തലന്മാരാകുന്ന പത്രോസ്, ശിമോൻ പത്രോസ്, അന്ത്രയോസ്, യോഹന്നാൻ, യാക്കോബ്, അവരോട് ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ഇനി മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാകാൻ പോവുകയാണ്, അതിന് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്, എൻ്റെ പിന്നാലെ വരിക. യേശു പറഞ്ഞ ഭാഗമാണ്. ഈ 3.5 വർഷക്കാലം ഇവർ യേശുവിന്റെ പിന്നാലെ തന്നെയാണ് കൂടിയത്. യേശുവാണ് ഇവരെ നയിച്ചതും നടത്തിയതും വഴി നടത്തിയതെല്ലാം. കർത്താവ് വിളിച്ചിറക്കിയിട്ട് പിന്നീട് ഒരിക്കൽ വള്ളവും വലയും എടുത്തുകൊണ്ടുപോയ പത്രോസിനെ പിറകെ ചെന്ന് വിളിച്ച് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഇന്നു മുതൽ സ്തോത്രം, നീ മനുഷ്യരെ പിടിക്കുന്നവനായി ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാണ്. നീ ഇവരെക്കാളൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ പത്രോസ്? സ്നേഹിക്കുന്നു എങ്കിൽ നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. ഒരു മഹാദൗത്യം വീണ്ടും ഫലമേൽപ്പിക്കുക. അപ്പോൾ ഇവിടെ ഈ ദൗത്യം ഞങ്ങൾ ചെയ്യുന്നത് കർത്താവ് പറഞ്ഞിട്ട് തന്നെയാണ്. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമെന്ന് ക്രിസ്തു പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെ അർത്ഥം കർത്താവ് ചിലരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ലേവ്യർ അനേകരുണ്ട്, അല്ലെ? തിരുവെഴുത്ത് പറഞ്ഞ ലേവ്യര് ഗോത്രം അനവധി പേരുണ്ട്. പക്ഷേ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവര് അത് വിരളമാണ്. അത് തെരഞ്ഞെടുപ്പാണ്. വിളിക്കപ്പെട്ട വിഭാഗം വളരെ ഉണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ടവര് ചുരുക്കമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വസ്തരെയാണ്. ദൈവം വിശ്വസ്തരെന്ന് എണ്ണി നമ്മെ ഫലമേൽപ്പിച്ച ഈ ശുശ്രൂഷ വളരെ ഭംഗിയായി ചെയ്തെടുക്കാൻ കർത്താവ് നമ്മെ ഇടയാക്കും. അതിന് പ്രതിസന്ധികളേറെ ഉണ്ടാകും. ചിലപ്പോൾ സാമ്പത്തികമാകുന്ന വലിയ ബാധ്യതകൾ തലയ്ക്കുമീതെ നിന്നിട്ടുണ്ട്. ഈ കർത്താവിന്റെ ഈ പത്രോസിന് പറ്റിപ്പോയൊരു ഭാഗമുണ്ട്. നിങ്ങൾ
ശരിക്കും ആ ഭാഗം വായിച്ചാൽ കാണാൻ സാധിക്കും. പത്രോസ് വള്ളവും വലയും എടുത്ത് പത്രോസ് ഇവിടേക്ക് പോവുകയാണ്. തിബരിയോസ് കടൽ തടാകത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ മീൻപിടുത്തത്തിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി അവരെ രാത്രി മുഴുവൻ അധ്വാനിച്ച്, അപ്പോൾ ഇനി കിട്ടുന്ന ആ സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ നന്മ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് പത്രോസ് പോകുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ നിരാശനായി തീർന്ന ഒരു പത്രോസിനെ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഒരു പ്രത്യേകതയുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കാര്യം പറയും. അവര് ദൈവമാണ് തെരഞ്ഞെടുത്ത്. അവര് തെരഞ്ഞെടുപ്പ് ഗൗരവമാക്കാതെ പോകുന്ന സന്ദർഭങ്ങളുണ്ട്. അതെന്തെന്ന് പറഞ്ഞാൽ ലോകത്തിൽ പലരും ഇരുന്ന് എന്നെ സംബന്ധിച്ച് പറയാം, പലപ്പോഴും ഞാൻ ഈ ചെറിയ സഭയെ നയിച്ചു കൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ സാമ്പത്തികമാകുന്ന ഒരുപാട് വെല്ലുവിളികൾ എനിക്ക് നേരിട്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾ താമസിക്കുന്നത് ഒരു റെന്റ് ഹൗസിലാണ്. അവിടെ റെന്റ് കൊടുക്കണം. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ 3 കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിന്റെ സാമ്പത്തികം നമുക്ക് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ അവരുടെ ബുക്ക്, പുസ്തകങ്ങൾ, അവരുടെ യൂണിഫോം, ചെറിയ സ്കൂൾ ഫീസ് ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ജീവിത ചെലവുകളുണ്ടല്ലോ, അതിൻ്റെക്കും സാമ്പത്തികം ഇറക്കേണ്ടി വരും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കലുഷമായി വന്നുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ പലരും എന്നോട് ഉപദേശിച്ചു, പാസ്റ്ററെ, ഒരു കാലത്ത് പാസ്റ്റർ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ, ഒന്നുകൂടെ എന്നാൽ അതിലേക്കൊന്ന് ഇറങ്ങ് എന്നുള്ള തുടർമാനമായ ഉപദേശം എന്നെ വീണ്ടും, എന്നാൽ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ പാർട്ട് ടൈം ബിസിനസ് എന്ന് പറഞ്ഞ് ഞാൻ ഫിനാൻഷ്യൽ മേഖലയിൽ ചില പാർട്ട് ടൈം ജോബിലൊക്കെ തിരഞ്ഞെടുത്തു പോയി. സ്തോത്രം. അതുവരെ വലിയ സമാധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പാർട്ട് ടൈമിലേക്കും കൂടെ ഇറങ്ങിയോടുകൂടി ഉള്ള സമാധാനം കൂടെ അങ്ങ് പോയി. കാരണം നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള ഒരു ബോധ്യം വിട്ടിട്ട് വിളിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടത്തിലേക്ക് പോകുന്ന ഒരു അനുഭവം പോലെ ആയിപ്പോയി. ഞാൻ അതുവരെ വലിയ ബാധ്യതകളൊന്നും ഇല്ലാതെ സന്തോഷം കർത്താവിന്റെ കൃപയാലും കരുണയാലും കർത്താവ് അത് ഭംഗിയായി നടത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഞാൻ ദൈവത്തെ സഹായിക്കാം എന്നുള്ള രീതിയിലേക്ക് ഇറങ്ങി എൻ്റെ സ്വപ്രയത്നത്തിലേക്ക് വന്നപ്പോൾ കുഴപ്പം, പണ്ട് ഇസ്രായേൽ ജനം ദേശത്തെത്തി കൃഷി തുടങ്ങി വിളവുണ്ടായപ്പോൾ മന്ന നിന്ന് പോയി എന്ന് പറഞ്ഞ പോലെ വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്ക് അറിയാതെ കയറി പോകാനിടയായി. പ്രതിസന്ധികൾ അനവധിയായിട്ട് കയറി വന്നു. ഇത് പത്രോസിന് പറ്റിയ പോലെയാണ്. എന്നാൽ പിന്നീട് നമ്മൾ പുനർചിന്തനം നടത്തിയപ്പോൾ ശരിയാണ്, ദൈവം നടത്തിയ വഴികളും വിധങ്ങളും വർഷങ്ങളോളം അനുഭവിച്ചറിഞ്ഞിട്ട് പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് വിശ്വാസവഞ്ചന കാണിക്കുക. എന്ന് വെച്ചാൽ ദൈവം നടത്തിയ വഴികൾ ഇത്രത്തോളം മുമ്പിൽ നിന്നിട്ടും അതിനെ ഗൗനിക്കാതെ സ്വന്തം പ്രയത്നത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ദൈവം പറഞ്ഞു, ഞാനാണ് നിന്നെ വിളിച്ചിറക്കിയത്, ഞാനാണ് ഇത്രത്തോളം നിന്നെ വഴി നടത്തിയത്, ഇനി നീ എന്നെ സഹായിച്ച് താൻ പാതി ദൈവം പാതി എന്നുള്ള തലങ്ങളിലേക്കുള്ള ചിന്തയല്ല. വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും ഇല്ല. ദൈവം തെരഞ്ഞെടുത്തത് വ്യത്യസ്തങ്ങളായിട്ടാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ തെരഞ്ഞെടുത്തു എന്നുള്ളതല്ല, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു. അനവധി ശക്തരും ഭക്തരും ബുദ്ധിയുള്ളവരും ജ്ഞാനികളും ബലവാന്മാരൊക്കെ ഉണ്ടായിരുന്ന ഇടത്ത് നിന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങളുടെ ബലഹീനത കണ്ടാണ്, നിങ്ങളുടെ അറിവില്ലായ്മ കണ്ടാണ്. നിങ്ങളെ ദൈവമാണ് തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുത്തെങ്കിൽ ദൈവത്തിന് നടത്താനും അറിയാം, പരിപാലിക്കാനും അറിയാം. കാരണം എൻ്റെ വിശ്വാസികളോട് അവർ രോഗിയായി ഭാരപ്പെട്ട് നെടുവിൽപ്പെട്ട് പാസ്റ്ററെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോൾ, സാരമില്ല കേട്ടോ, ദൈവം സൗഖ്യം തരുമെന്ന് പറയണമെങ്കിൽ എന്നെ സൗഖ്യമാക്കിയ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഞാൻ അനുഭവിച്ചറിയണം. സ്തോത്രം. അതുപോലെ കടഭാരത്താൽ ഞെരുങ്ങുന്ന ഒരു വ്യക്തി എൻ്റെ അടുക്ക് വന്നിട്ട്, പാസ്റ്ററെ വലിയ സാമ്പത്തിക ബാധ്യതയിലാണ്, ഈ കടഭാരം മാറാൻ ഒന്ന് പ്രാർത്ഥിക്കണം, ദൈവം ഒരു വഴി തുറന്നു തരാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുക്ക വരുമ്പോൾ
ഞാൻ ഈ സാമ്പത്തിക കടബാധ്യതയുടെ നടുവിലൂടെ നടന്നുപോയി ആ യാത്രയുടെ പര്യവസാനത്തിങ്കിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് എന്നെ വിടുവിച്ചെന്ന് ഞാൻ അനുഭവിച്ചെങ്കിലേ എനിക്ക് എൻ്റെ വിശ്വാസികളോട് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കേണ്ട സമയം വരുമ്പോൾ ഞാൻ നെടുവീർപ്പെടാറുണ്ട്. വാടക പെൻഡിങ് ആയി 2, 3, 4 മാസങ്ങൾ വാടക പെൻഡിങ് ആയി കിടക്കുമ്പോൾ ഞാൻ ഭാരപ്പെടാറുണ്ട്. ആര് തരും, ആര് സഹായിക്കും? കാരണം അങ്ങനെയാണ് ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച്, ഞങ്ങളെ ഒരു ദൈവീയ ശുശ്രൂഷകരെ സംബന്ധിച്ച് അത്രമാത്രം പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞങ്ങൾ ഭവനമില്ലാതെ നെടുവേർപ്പെട്ടിരുന്ന സന്ദർഭം. ഞാനൊരു സാക്ഷ്യം കൂടെ പറയട്ടെ. ഞങ്ങൾക്ക് സ്ഥലമൊന്നുമില്ല ഭൂമിയിലെ. ഞങ്ങൾ വൈഫിന്റെ ഭവനത്തിൽ നിന്നാണെങ്കിലും എൻ്റെ ഭവനത്തിൽ നിന്നാണെങ്കിലും വിശ്വാസ ജീവിതത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിയ സമയം മുതൽ വലിയ സപ്പോർട്ടുകളൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ സ്വന്തമായി ഞങ്ങൾക്കൊരു സ്ഥലമൊന്നുമില്ലായിരുന്നു. അപ്പൊ കർത്താവ് ഇവിടെ ഒന്നും ആഗ്രഹിക്കരുതെന്ന് പറഞ്ഞെങ്കിലും മനുഷ്യന്റെ വാസത്തിനായ ദൈവം അതിരുകളും കാലങ്ങളും നിശ്ചയിച്ച ദൈവം. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്നോട് ഒരു സഹോദരൻ പറഞ്ഞു, പാസ്റ്ററെ അങ്ങനെയെങ്കിൽ ഒരു 3 സെന്റ് സ്ഥലം മേടിച്ച് ഒരു പെരയൊക്കെ വയ്ക്കുക, അപ്പൊ വാടകയ്ക്ക് അടക്കണ്ടല്ലോ, അപ്പോൾ ഭാരം ഉണ്ടാവുമല്ലോ. അപ്പൊ ആര് തരും? ഗവൺമെന്റിലൊക്കെ ഞങ്ങള് അപേക്ഷ വയ്ക്കാനൊക്കെ ശ്രമം നടത്തിയെങ്കിലും അതിന് ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എന്നോട് ഒരു സഹോദരൻ പറഞ്ഞു, ഒരു 3 സെന്റ് സ്ഥലം അന്വേഷിക്കുക, മേടിച്ചു തരാം, വാങ്ങാം പാസ്റ്റർ. എന്നിട്ട് പഞ്ചായത്തിൽ ഒരു പെരയ്ക്ക് അപ്ലൈ ചെയ്താൽ മതിയല്ലോ, പെര കിട്ടുമല്ലോ. അപ്പൊ ഞാൻ 3 സെന്റ് സ്ഥലത്തിന് അന്വേഷണം നടത്തി. 3 സെന്റ് അങ്ങ് കിട്ടാനില്ല. ഇടുക്കിയെ സംബന്ധിച്ച് 3 സെന്റ് കിട്ടാനില്ല. അങ്ങനെ ചെറിയ ചെറിയ പ്ലോട്ടുകൾ ഇടുക്കിയിലില്ല. എല്ലാം കുന്നുകളും മലകളും കുന്നുകളും മേടുകളും ഒക്കെ ആണല്ലോ. അത് 5 സെന്റിലേക്ക് വന്നു. അങ്ങനെ ഒരു നടക്കുന്ന സന്ദർഭത്തിൽ ഒരു ദൈവവൈതലിന്റെ ഈ 8.5 സെന്റ് സ്ഥലം റോഡ് സൈഡിനോട് ചേർന്ന് ഒരു സ്ഥലം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, സഹോദരൻ ഇങ്ങനെ ഒരു 8.5 സെന്റ് സ്ഥലമുണ്ട്, അത് റോഡ് സൈഡാ, ഇന്ന വിലയാണ് പറയുന്നത്. സ്തോത്രം. അത് പറഞ്ഞിട്ട് ഞാൻ അതങ്ങ് വിട്ട് കളഞ്ഞു. കാരണം 3 സെന്റ് പറഞ്ഞ ആളുടെ അടുത്ത് 5 സെന്റ് കൂടെ പറഞ്ഞ്, അപ്പൊ 8.5 സെന്റ് സ്ഥലം അത് നടക്കാൻ പോകുന്നില്ല. ഞാനത് മനഃപൂർവ്വം മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞു. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം സുപ്രഭാതത്തിൽ ആ 8.5 സെന്റ് സ്ഥലവും ദൈവം എനിക്ക് തന്നു. സ്തോത്രം. ആ 8.5 സെന്റ് സ്ഥലം ദൈവം എനിക്ക് തരികയാണ്. ഓർക്കണം, അത്ഭുതമാ. ഞാൻ ആ സ്ഥലം മേടിക്കുമ്പോൾ അവിടെ ഒരു മൺവഴിയാണുള്ളത്, ചെറിയ കുഞ്ഞു വഴിയേ ഉള്ളൂ. പക്ഷെ ഞാൻ സ്ഥലം മേടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗവൺമെന്റ് അതിൽക്കൂടെ ഹൈവേ അനുവദിക്കുകയും മലയോര ഹൈവേ ആണ് ഞാൻ മേടിച്ച സ്ഥലത്തുകൂടെ കടന്നു പോകുന്നത്. നോക്കുക, ദൈവം നടത്തുന്ന വഴികളാണ്. നമുക്കൊന്നുമില്ലെന്ന് ദൈവത്തിന് അറിയാം. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. അങ്ങനെ ജീവിതത്തിൽ എണ്ണി 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 അക്കമിട്ട് പറയാവുന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെ ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുക. എന്ത് കിട്ടി എന്ന് ലോകത്തിന് മുമ്പിൽ ചോദിച്ചാൽ ഞങ്ങൾക്ക് ദൈവത്തെ കിട്ടി എന്ന് പറയാൻ. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഈ കർത്താവിനെ പിൻപറ്റാനും അവനെ അറിയാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യം എന്ന് പറയുന്നു. ലോകത്തിന് ആരും ഏതെങ്കിലും ഒരു മനുഷ്യനോട് ഷെനോജിനെ തെരഞ്ഞെടുക്കാമെന്ന് ചോദിച്ചാൽ ആരും തിരഞ്ഞെടുക്കുകയില്ല. കാരണം അത്രയ്ക്ക് ബലഹീനതകളും പോരായ്മകളും കുറവുകളും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ. ജീവിതത്തിൽ എന്തെങ്കിലും നന്മ പറയാനുണ്ടോ, ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഒന്നുമില്ല. പക്ഷെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളത് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഞാൻ സന്തോഷവാനാണ്. ലോകത്തിൽ ആരും ഏത് മനുഷ്യരും റിജക്റ്റ് ചെയ്യാവുന്ന ഒരു വ്യക്തിയായി ഞാൻ നിൽക്കുമ്പോൾ ചെയ്യാതെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഈ ലോകത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ആ ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ടാണ് എനിക്കിന്ന് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവം തന്നത് മാത്രമാണ്. ദൈവം തന്ന നന്മയാണ്. ദൈവം 3 കുഞ്ഞുങ്ങളെ തന്നു, അത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവം എനിക്ക് ശുശ്രൂഷ വേദികൾ തന്നു, അത് ദൈവത്തിന്റെ ദാനമാണ്.
ദൈവം എനിക്ക് സാമ്പത്തിക നന്മകൾ തന്നെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവം തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. സ്തോത്രം. എൻ്റെ ജനന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ മാതാവിനെ ഗർഭിണിയായിരിക്കുമ്പോൾ, എൻ്റെ മാതാവിന് ഗർഭാവസ്ഥയിൽ എന്നെ പ്രസവിക്കേണ്ട സമയമൊക്കെ ആയപ്പോൾ പെട്ടെന്ന് ശാരീരികമായി ബുദ്ധിമുട്ട് വന്ന് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് എൻ്റെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് എൻ്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ പെട്ടെന്ന് പഴുപ്പ് കയറി വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എൻ്റെ പിതാവിനോട് ഡോക്ടർ ചോദിച്ചു, പറയീസ കുഞ്ഞിനെ വേണോ അമ്മയെ വേണോ? എൻ്റെ പിതാവ് പറഞ്ഞു കേട്ടതാണ് കേട്ടോ. അപ്പൊ എൻ്റെ പിതാവ് പറഞ്ഞു കുഞ്ഞിനെ മതി. സ്തോത്രം. ഭാര്യയോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, സ്തോത്രം. എന്തോ എൻ്റെ പിതാവ് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് എന്നെ എടുക്കുകയും ഞാൻ പിന്നെ എൻ്റെ അമ്മ എന്നെ കാണുന്നത് ഏകദേശം 1.5 മാസം കഴിഞ്ഞാണ് എൻ്റെ അമ്മ എൻ്റെ മുഖം കാണുന്നത്. സ്തോത്രം. അപ്പോൾ ഈ പ്രാരംഭ സമയത്ത് പോലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഭൂമിയിലേക്ക് കടന്നു വന്നവൻ തന്നെയാണ് ഞാൻ. അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ജീവിതത്തിൽ ഇതിലൂടെ കടന്നു വന്നത് കൊണ്ടാകാം സെപ്പറേഷൻ ഒരു പ്രത്യേകത നമുക്ക് ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. തിരുവെടുത്ത് പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ വെറും പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നീ എന്നെ പേർ ചൊല്ലി വിളിച്ചു, അമ്മയുടെ ഉദരം മുതൽ നീ എനിക്ക് വേർതിരിക്കപ്പെട്ടവൻ. സ്തോത്രം. ഇത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്, മനുഷ്യന്റെ തെരഞ്ഞെടുപ്പല്ല. മനുഷ്യന്റെ തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ നാം വളർന്ന് വലുതായി ആകാര ഭംഗിയും സൗന്ദര്യവും ഒക്കെ നമ്മിൽ വളരെയധികം വർദ്ധിച്ചു വന്ന് വിദ്യാഭ്യാസ യോഗ്യതയും കായികക്ഷമതയും ഒക്കെ നമ്മിൽ വെളിപ്പെടുന്ന എന്തെങ്കിലും സന്ദർഭത്തിൽ ആണ് മനുഷ്യന്റെ തെരഞ്ഞെടുപ്പ്, അല്ലേ? ലോകത്തിൽ മനുഷ്യൻ തെരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ്. എന്ന് ദൈവം തെരഞ്ഞെടുക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ വെറും പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടെന്നാ പറയുന്നത്. ആ തെരഞ്ഞെടുപ്പ് എന്നിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളത് കൊണ്ടാണ് ഗർഭാവസ്ഥയിൽ തന്നെ ഞാൻ പോകാമായിരുന്നു. ഈ ഭൂമിയിൽ ഈ ഭൂമി കാണാൻ ഒരുപക്ഷെ എനിക്ക് അങ്ങനെ അന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ എൻ്റെ പിതാവ് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ വരുമായിരുന്നില്ല. പക്ഷെ ദൈവം എന്നെ കൊണ്ടുവന്നു. എന്തിനായിരുന്നു? ദൈവത്തിന്റെ നാമത്തെ ഉയർത്താനാണ്, അവനെ മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ഇന്ന് നമുക്കറിയാം, ഒരാൾ പഠിച്ച് അവന് ജോലി വന്ന് ഈ ഭൂമിയിൽ വലിയ ഒരു നല്ല നിലയിലൊക്കെ ആയി കഴിയുമ്പോൾ ബന്ധുക്കൾ പറയും, എൻ്റെ കുഞ്ഞമ്മയുടെ മോനാട്ടോ, എൻ്റെ ചാർച്ചക്കാരനാ, എൻ്റെ കൊച്ചാപ്പനാണ്. അപ്പൊ ഇങ്ങനെ ബന്ധങ്ങൾ പറഞ്ഞ് തെരഞ്ഞെടുപ്പുകൾ ഒരുപാട് ഈ കാലഘട്ടങ്ങളിൽ വരും. കാരണം നമ്മൾ യൗവനത്തിലേക്ക് കടന്നു, പണമുണ്ടായി, പദവി ഉണ്ടായി, ഇതെല്ലാം കഴിയുമ്പോഴാണ് ലോകം തെരഞ്ഞെടുക്കുന്നത്. പക്ഷെ ദൈവം തെരഞ്ഞെടുത്തപ്പോഴാ അമ്മയുടെ ഉദരത്തിൽ വെറും പിണ്ടാകാരമായിരുന്നു, രൂപഗുണം ഇല്ലാതിരുന്നപ്പോൾ ദൈവം തെരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ സൗന്ദര്യം പ്രശ്നമല്ല, ദൈവത്തിന് മുമ്പിൽ സ്തോത്രം അവന്റെ കായികക്ഷമത വിഷയമല്ല, ദൈവത്തിന് ഇതൊന്നും പ്രശ്നമല്ല. കാരണം രൂപഗുണമില്ലാത്തപ്പോൾ ദൈവം തെരഞ്ഞെടുത്തതാണ്. ആ തെരഞ്ഞെടുപ്പ് എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇന്നും ദൈവത്തെ സ്തുതിക്കുക. ലോകത്തിൽ എല്ലാവരും തിരസ്കരിക്കാവുന്ന, നിരസിക്കാവുന്ന എല്ലാ അയോഗ്യതയും എന്നിൽ ഉണ്ടായിരുന്നപ്പോൾ എന്നെ ദൈവം തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യകരമായ അനുഭവം ഉള്ളത് കൊണ്ട് എനിക്ക് വലിയ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയത്തില്ല. ഞാൻ എവിടെ പോയി എങ്ങനെ പോയാലും എന്നൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്നിരിക്കാൻ. കാരണം ഞാൻ എപ്പോഴും പറയും, ഞാൻ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അതുപോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അയ്യോ തീർന്നു ഇനി എന്തെന്ന് ചോദിച്ച് കണ്ണടച്ചിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടാറുണ്ട്, പ്രവൃത്തി വെളിപ്പെടുത്താറുണ്ട്. ആ ദൈവത്തെ ഉയർത്താൻ കർത്താവ് എന്നെ ഇടയാക്കി. ഞങ്ങൾ ഇത്രയും നാളെ പോത്തുപാറയുടെ പ്രദേശത്തും കുര്യങ്കണ്ടത്തുമൊക്കെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ വരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വരിക. നമ്മുടെ അവിടെ ആ മേഖലയിലൊക്കെ ശുശ്രൂഷിക്കണം. അവിടെയൊക്കെ കടന്നു പോകുമ്പോൾ ആ കൊച്ച് പ്രദേശത്ത് കർത്താവ് അനവധി പേരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഞാൻ അത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്നെ മാത്രമല്ല, അനവധി ദൈവദാസന്മാർ അവിടെ കർത്താവിന്റെ വേല ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ അനുഭവം പറയാനൊക്കെയായിട്ടാണ് ഇരുന്നത്, എങ്കിലും ഒരുപാടുള്ളത് കൊണ്ട് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് പറയണം എന്നുള്ളതൊക്കെ കൺഫ്യൂസണാണ്. എങ്കിലും അവിടെ ഇവിടങ്ങളിലൊക്കെ തൊട്ടു തലോടിയൊക്കെ ഞാൻ എൻ്റെ ചെറിയ ചെറിയ അനുഭവങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല, ഇതിനപ്പുറമായി ദൈവം ഓരോ ദിവസങ്ങളിലും ഞങ്ങളെ നടത്തിയ, ഓരോ മാസങ്ങളിലും
ഞങ്ങൾ നടത്തുക. കാരണം ഞങ്ങൾക്ക് ഓരോ മാസങ്ങളിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ റെന്റുകൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസങ്ങൾ, ഇവയെല്ലാം ഞങ്ങൾക്ക് പങ്കുവച്ച് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ വേറെ ജോലിക്ക് പോകണ്ടെന്ന് വെച്ചാൽ ജോലി നിർത്തിക്കോളാൻ കർത്താവ് പറഞ്ഞു. അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല. പണ്ട് യോന പോയതുപോലെ ഞാൻ ചില സമയത്തൊക്കെ ഓർക്കും, എന്നാ കുറച്ച് നാൾ എന്നാ പഴയ ജോലിയിലേക്കൊക്കെ ഇറങ്ങി സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒന്ന് മെച്ചമാക്കി ആരെയും ബുദ്ധിമുട്ടിക്കാതെയൊക്കെ പോകണമെന്ന് ചിന്തിക്കും. ആരെയും ബുദ്ധിമുട്ടിക്കാതെ വെച്ചാൽ ഞാൻ തന്നെ ബുദ്ധിമുട്ടുന്നത്. കാരണം ഞാൻ വലിയ സ്വത്രകാഴ്ച മേടിക്കുന്ന ആളോ ദശാംശം മേടിക്കുന്ന ആളോ ഒന്നും അല്ല. വളരെ കൊച്ചു സഭയില് കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസന. പക്ഷെ ഈ യോന പോയതുപോലെ യോന ചെല്ലുന്ന കപ്പൽ അന്നേരം മുങ്ങിപ്പോവും. ഞാൻ എവിടെയൊക്കെ പണിയാൻ പോകുന്നുണ്ടോ അന്ന് പണിയാൻ പോയ കോൺട്രാക്ടർക്ക് അന്ന് മുതലുള്ള പണി നിന്നു പോകും. സ്തോത്രം. പിന്നെ പുള്ളിക്ക് പണിയില്ല. പിന്നെ അടുത്ത ആളെടുത്തുമ്പോൾ അവിടെയും അദ്ദേഹത്തിന് പണി നിന്നു പോവുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു ഭാഗം, എന്നാൽ ഞാൻ പോന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പുള്ളിക്ക് പണിയുണ്ട്, പുള്ളി ഓക്കെ ആയി, പുള്ളി വളരെ നല്ല രീതിയിൽ പണി ചെയ്യുന്നു. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, ഞാനാണ് നിന്നെ വഴി നടത്തുന്നത്. പട്ടിണിയാണോ പരിവട്ടമാണോ എന്ന് വെച്ചാൽ അല്ല, ദൈവം ക്ഷേമകരമായി നടത്താൻ ദൈവം വിശ്വസ്തനാണ്. പട്ടിണി നടത്തുന്ന ദൈവമല്ല, ഭാരപ്പെടുത്തുന്ന ദൈവമല്ല, ഇട്ടേച്ചു പോകുന്ന ദൈവമല്ല, കൂടെ ഇരുന്ന് വഴി നടത്തുന്ന ദൈവമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ പര്യവസാനിപ്പിക്കേണ്ട സമയമായി എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇനിയും സുദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ മൊർദെഖായിയെ തൂക്കിക്കൊല്ലാൻ ഹാമാൻ അനുവാദം മേടിക്കാൻ ആ രാജകൊട്ടാരത്തിന്റെ വാതിക്കൽ നിൽക്കുമ്പോൾ അന്ന് രാത്രി രാജാവിന് ഉറക്കം കൊടുക്കാതെ ദിനവൃത്താന്ത പുസ്തകം തുറന്ന് രാജാവിനെ കൊണ്ട് മൊർദെഖായി ചെയ്യിച്ച അനുഭവത്തെ വായിപ്പിച്ച് മൊർദെഖായി എന്നുള്ള പേര് അവന്റെ മെമ്മറിയിൽ കൊണ്ടുവന്ന് അവന് വേണ്ടി കഴുമരം ഒരുക്കിയവനെ കൊണ്ട് തന്നെ അവന്റെ മുമ്പിൽ ജയ് വിളിപ്പിച്ച് മുന്നോട്ട് നയിപ്പിച്ച ഒരു ദൈവം പലപ്പോഴും പല രാജാക്കന്മാരുടെ ഉറക്കം കെടുത്തി നമ്മുടെ പേര് ഓർമ്മിപ്പിച്ച് ആ രാത്രിയിൽ തന്നെ അവരെ എഴുന്നേൽപ്പിച്ച് നമുക്ക് ചെയ്യേണ്ട നന്മകളെ ചെയ്യിപ്പിച്ച് പ്രവർത്തിച്ച ഒരു ദൈവത്തെ ഇന്ന് പകൽക്കാലവും എനിക്ക് വിളിച്ചു പറയാൻ, ആ ദൈവത്തെ ഉയർത്താൻ, അനുഭവം പങ്കുവെക്കാൻ അനുവദിച്ച പ്രിയ ദൈവദാസൻ ജിജിനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഇത്തരുണത്തിൽ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നസ്രേന്റെ വഴികൾ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഇനിയും അധികമായി അനവധിയായി, നിങ്ങൾ ഇതിനെ ചെറുതായി കാണല്ലേ, ഇതൊരു വലിയ ശുശ്രൂഷയാണ്. അനവധി ഞങ്ങളെപ്പോലുള്ള കൊച്ചു കൊച്ചു ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ അനവധി പേർക്ക് അത് പ്രയോജനപ്പെടുവാൻ ഇടയാകും. ഞങ്ങൾ പങ്കുവെക്കുന്ന ഇടയിൽ ഒരിക്കലും ഒരു എന്നാ പറയുന്ന ഒരു ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത കഥകളെ അല്ല നിങ്ങളോട് പങ്കുവെക്കുന്നു. അപ്പോസ്തലനായ പത്രോസ് പറയുന്നതും പൗലോസ് പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. നിർമ്മിത കഥകളോ മുത്തശ്ശി കഥകളോ ഒന്നും അല്ല ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. സാക്ഷാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ തേജസ്സിന്റെ ദൈവത്തിന്റെ മർമ്മമാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് അത് ദൈവനാമമഹത്വത്തിന് കാരണമായി തീരും. അനവധി പേർക്ക് അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജിജിൻ ദേവദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന് ഒരുപാട് സാക്ഷിയുള്ള മനുഷ്യനാണ്. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായും വീണ്ടും നമുക്ക് ഇതേ വേദിയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. സ്തോത്രം. സമയം എൻ്റെ അനുഭവ സാക്ഷി പങ്കുവെച്ച കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. എന്റെയും റിവൈവൽ ഫേസ്ബുക്ക് പേജിൽ എനിക്ക് തോന്നുന്നു വർഷങ്ങൾ രക്ഷാദൂത എന്ന ആത്മീയ പ്രോഗ്രാം കർത്താവിന്റെ ദാസൻ നടത്തി അനേക ആയിരങ്ങൾ ആ പ്രോഗ്രാം കണ്ട് കർത്താവിദാസനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും രക്ഷയോടെ ഏകദേശം 3 വർഷത്തോളം അല്ലേ കർത്താവിന്റെ വചനം ഒരു മുടക്കവും കൂടാതെ താൻ ആ സമയത്ത് കൃത്യം കയറുകയും അനേക ജീവിതങ്ങൾക്ക് അത് അനുഗ്രഹവും വിടുതലുമായി പിന്നത്തേക്ക് കേൾക്കുവാനൊക്കെ സ്വർഗത്തിന് ദൈവം ഇടയാക്കി. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ അറിയുവാനും കർത്താവിന് വേണ്ടി ജീവിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചല്ലോ. ആ ശുശ്രൂഷകളൊക്കെ കർത്താവ് അധികമായി മാനിക്കുവാനും ആത്മീയമായി ഭൗതികമായി എല്ലാം കർത്താവിന്റെ ദാസനെ ദൈവം കൈത്താങ്ങൽ കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നസ്രേന്റെ വഴികൾ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തതിനുള്ള പ്രത്യേക നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്ന് നമ്മുടെ ദൃഷ്ടിക്ക് വേണ്ടിയും ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയും കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല മനോഹര സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ നാമമഹത്വത്തിനായി കർത്താവേ, അല്പവാചകങ്ങളിലൂടെ അങ്ങയെ സാക്ഷീകരിപ്പാൻ അങ്ങടിയെ സഹായിച്ചല്ലോ. കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവരെയും അനുഗ്രഹിക്കണമേ. ആരെങ്കിലും
ശാരീരികമായ ക്ഷീണം അനുഭവിക്കുന്നവർ, സാമ്പത്തികമായ ഭാരം അനുഭവിക്കുന്നവർ, തലമുറകളെ ഓർത്ത് നെടുവേർപ്പെടുന്നവർ, അങ്ങനെ വ്യത്യസ്തമായ ജീവിതഭാരങ്ങളിൽ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ കർത്താവ് ഈ സമയത്ത് നീ അവരോട് കൂടെ ഇരുന്നവരെ സൗഖ്യമാക്കുകയും ബലപ്പെടുത്തുകയും താങ്ങായി നിൽക്കുകയും ചെയ്യുമാറാകണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. അത് അവർക്ക് വിടുതലായി തീരട്ടെ, സൗഖ്യമായി തീരട്ടെ. പ്രത്യേകാൽ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ അധികമായി അനവധി പേർക്ക് പ്രയോജനപ്പെടുന്ന കർത്താവിന്റെ നാമഹത്വത്തിനായി ശുശ്രൂഷ ചെയ്യുവാൻ പ്രിയദാസനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. സമൃദ്ധമായ അങ്ങയുടെ തിരുവചനത്താൽ ഞങ്ങളെ അനുദിനം വഴി നടത്തണം എന്നും പ്രാർത്ഥിക്കുന്നു. മഹത്വം സ്വർഗമെടുക്കണം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമേൻ, ആമേൻ. അടുത്ത എപ്പിസോഡിൽ അടുത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിട്ട് നമുക്ക് കടന്നു വരാം. അതുവരെ അത്യന്തന്റെ ചിറകടിയും നമ്മളെ മറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ക്ലോസ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ.